നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഹൈറിച്ച് കമ്പനിയുടെ ഓഫീസിലും ഷോപ്പുകളിലും ഇഡിയുടെ റെയ്ഡ് നടന്നു. കൊച്ചിയിൽ നിന്നുള്ള ഇഡി സംഘമാണ് ആറാട്ടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഹൈറിച്ച് കമ്പനിയുടെ ഓഫീസിൽ പരിശോധന നടത്തിയത്. അമ്മാടം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ 221ാമത് അമ്പുതിരുനാൾ ജനുവരി 24, 25, 26, 27 തീയതികളിൽ ഭക്തി നിർഭരമായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പാറളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അമ്മാടം മാവേലി സ്റ്റോറിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. KPCC സെക്രട്ടറി A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് BRCയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ സർഗാത്മകത പുറത്തുവിടാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനായി കലോത്സവം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ഹൈറിച്ച് കമ്പനിയുടെ ഓഫീസിലും ഷോപ്പുകളിലും ഇഡിയുടെ റെയ്ഡ് നടന്നു. കൊച്ചിയിൽ നിന്നുള്ള ഇഡി സംഘമാണ് ആറാട്ടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഹൈറിച്ച് കമ്പനിയുടെ ഓഫീസിൽ പരിശോധന നടത്തിയത്. ഹൈറിച്ച് ഉടമകൾ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയെ തുടർന്നായിരുന്നു ഇഡിയുടെ പരിശോധന. മണി ചെയിൻ വഴി 1630 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നെന്ന് പോലീസ് തൃശൂർ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഓൺലൈൻ വ്യാപാരത്തിന്റെ പേരിൽ നിയമപരമല്ലാത്ത നിക്ഷേപം സ്വീകരിച്ച് 1,63,000 ഉപഭോക്താക്കളിൽ നിന്നും പണം തട്ടിയെടുത്തതായും കണ്ടെത്തിയിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ് ഹൈറിച്ച് എന്ന് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. അമ്മാടം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ 221ാമത് അമ്പുതിരുനാൾ ജനുവരി 24, 25, 26, 27 തീയതികളിൽ ഭക്തി നിർഭരമായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 24 നടക്കുന്ന വിശുദ്ധമായ പാട്ടുകുർബാനയ്ക്ക് റവറൻ ഫാദർ ജോബി തെക്കേത്തല മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 7 മണിക്ക് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടക്കും. ജനുവരി 25 പാട്ടുകുർബാന, ലതീഞ്ഞ് കൂടുതുറക്കൽ, കുടുംബ യൂണിറ്റുകളിലേക്ക് അമ്പ് വിതരണം എന്നിവ നടക്കും. പാട്ടുകുർബാനയ്ക്ക് റവറൻ ഫാദർ രാജു അക്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും. 26 നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് റവറൻ ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. റവറൻ ഫാദർ സെബാസ്റ്റ്യൻ പുന്നോലിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും. റവറൻ ഫാദർ ജിബിൻ മണിയാലിൽ സഹകാർമ്മികത്വം വഹിക്കും. ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് നടക്കുന്ന വിശുദ്ധമായ കുർബാനയ്ക്ക് റവറൻ ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും വർണ്ണമഴിയും ബാൻഡ് മേളം എന്നിവ നടക്കും. ഈ തിരുനാൾ ഏറ്റവും നന്നായി നടത്താൻ ആഗ്രഹിച്ചുകൊണ്ട് ജനങ്ങളുടെ സഹകരണത്തോടുകൂടി തിരുനാൾ ആഘോഷ പരിപാടികൾ ആസൂത്രണം ചെയ്തു വരികയാണ്. ഇപ്പോൾ 24-ാം തീയതി വൈകിട്ട് 7 മണിക്ക് TN പ്രതാപൻ, നമ്മുടെ ബഹുമാനപ്പെട്ട MP, ദീപാലങ്കാരം വൈകിട്ട് സ്വിച്ച് ഓൺ കർമ്മം ചെയ്യും 7 മണിക്ക്. ജനുവരി 25-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് വിശുദ്ധ കുർബാന, ലതീഞ്ഞ് നൊവേന, തുടർന്ന് ആഘോഷമായ കൂട് തുറക്കല്, തിരുക്കർമ്മം, അമ്പ് വെഞ്ചിരിപ്പ്, തുടർന്ന് യൂണിറ്റുകളിലേക്ക് അമ്പ് വിതരണം. വികാരി ഫാദർ ജോൺ കിടങ്ങൻ, ജനറൽ കൺവീനർ ടെന്നസ് പെന്നശ്ശേരി, കൈകാരന്മാരായ സന്തോഷ് PA, വർഗീസ് AA, ലൈജോ പെരിഞ്ചേരി, ഷിജോ ആന്റണി, പബ്ലിസിറ്റി കൺവീനർ ഫ്രാങ്കോ ഫ്രാൻസിസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു. പാറളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അമ്മാടം മാവേലി സ്റ്റോറിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. KPCC സെക്രട്ടറി A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെയായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. പിണറായിയുടെ അഴിമതിക്കും ധൂർത്തിനും സാമ്പത്തിക കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ പ്രതികരിക്കുന്നവർക്കെതിരെ കേസെടുത്തും വായടപ്പിച്ചും പിണറായി സർക്കാരിന് മുന്നോട്ടു പോകാൻ അനുവദിക്കില്ല എന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത് A. പ്രസാദ് അറിയിച്ചു. ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തിലാണ്. ഒരു നാടിന്റെ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനാധിപത്യ മാർഗത്തിലൂടെ സമരമുഖത്തേക്ക് കടന്നു വന്ന പാർലമെന്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയെ ആദ്യമായി തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്.
അതിരൂക്ഷമായ രീതിയിൽ വിലക്കയറ്റി മുന്നോട്ട് പോവുകയാണ്. ജനജീവിതം അതിദുസ്സഹമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാനത്ത് വിലക്കയറ്റം ഉണ്ടാകുന്നത് ആദ്യമായിട്ടല്ല. വിലക്കയറ്റം ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ പൊതുവിപണിയിൽ ഇടപെടേണ്ട ഉത്തരവാദിത്തം സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനുണ്ട്. ഇവിടെ വിലക്കയറ്റം യാതൊരു നിയന്ത്രണവുമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ കാഴ്ചക്കാരായി സർക്കാർ നിൽക്കുന്ന കാഴ്ച ഈ നാട് കാണുകയാണ്. മാവേലി സ്റ്റോറുകളിൽ നിത്യോപയോഗ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും വിപണിയിൽ വാണം പോലെ കുതിച്ചുയരുന്നത് തടയുന്നത് വേണ്ട നടപടികൾ സ്വീകരണം എന്നിവ അദ്ദേഹം സർക്കാരോട് ആവശ്യപ്പെട്ടു. നന്ദകുമാർ കോങ്ങാട്ടിൽ, എം സേതുമാധവൻ, സന്തോഷ് കുമാർ സെൻ, ജൂബി ചെറിയത്ത്, ജ്യോതി ബസു, ടോമി പെല്ലിശ്ശേരി, ഗിരിജ ഗോപിനാഥ്, എ ഡി ജോണി, സാബു തുടങ്ങിയവർ സംസാരിച്ചു. ചേർപ്പ് BRCയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ സർഗാത്മകത പുറത്തുവിടാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനായി കലോത്സവം സംഘടിപ്പിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സിനിമാ സംവിധായകൻ സുരേഷ് ശങ്കർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. CBG സാജൻ, ഹരിലാൽ MK, ബീന EV, വിജയകുമാർ MV എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ അരങ്ങേറി. ഒല്ലൂർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനാചരണവും റാലിയും സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ഡിവിഷൻ കൗൺസിലർ CP പോളെ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ 24 ഡിവിഷൻ കൗൺസിലർ സുനിൽ രാജ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PA പ്രിയ, ഹെൽത്ത് ഇൻസ്പെക്ടർ AJ ആൻഡോ, പാലിയേറ്റീവ് ഇൻചാർജ് ഡോക്ടർ P കൈലാസ്, പാലിയേറ്റീവ് കമ്മ്യൂണിറ്റി നഴ്സ് ജിൻഷ ശിവൻ എന്നിവർ സംസാരിച്ചു. പാലിയേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ച് കുട്ടനല്ലൂർ C അച്യുതമേനോൻ ഗവൺമെൻറ് കോളേജ്, ഗവൺമെൻറ് നഴ്സിംഗ് സ്കൂൾ, ഒല്ലൂർ സെന്റ് വിൻസെന്റ് ഡിപോൾ നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികളും പാലിയേറ്റീവ് ആരോഗ്യ പ്രവർത്തകരും ആശാ വർക്കേഴ്സും അണിനിരുന്ന റാലി കോർപ്പറേഷൻ കൗൺസിലർ സുനിൽ രാജ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒല്ലൂർ ജംഗ്ഷനിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളും വാളണ്ടിയേഴ്സും ചേർന്ന ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. ദേശീയപാത 66ന്റെ പണി പൂർത്തിയാകുന്ന ഭാഗങ്ങൾ ഉടൻ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. തൃശൂർ ജില്ലയിലെ കാപ്പിരിക്കാട്, ചാവക്കാട്, വാടാനപ്പള്ളി, തളിക്കുളം, SN പുരം, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലൂടെ കടന്നുപോകുന്ന പാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ടെത്തി വിലയിരുത്തുകയായിരുന്നു മന്ത്രി. ദേശീയപാത വികസനം മുഴുവൻ കഴിയാൻ കാത്തുനിൽക്കാതെ പൂർത്തീകരിച്ച ബൈപ്പാസുകളും പാലങ്ങളും സ്ട്രെച്ചുകളും നാടിന് പെട്ടെന്ന് തന്നെ സമർപ്പിക്കും. തൃശൂർ ജില്ലയിൽ മാത്രം 205 ഹെക്ടർ ഭൂമിയാണ് ദേശീയപാത വികസനത്തിനായി ഏറ്റെടുത്തിരിക്കുന്നത്. ജില്ലയിൽ മാത്രമായി 1274 കോടി 34 ലക്ഷം രൂപയാണ് വികസനത്തിനായി ചിലവഴിക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി സഹോദരതുല്യ സഹകരണത്തോടെ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചാണ് പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പാത കടന്നുപോകുന്ന ഓരോ മണ്ഡലത്തിലും ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിവേദനങ്ങളായി MLA-മാരുടെ നേതൃത്വത്തിൽ കൈപ്പറ്റി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചർച്ച ചെയ്ത കാര്യങ്ങൾ പരിശോധിച്ചാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നിന്ന് ആരംഭിച്ച് കർണാടകയിലൂടെ കേരളത്തിലെത്തി അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്കാണ് ദേശീയപാത 66 എത്തിച്ചേരുക. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ വീതിയിൽ 6 വരിയായി സജ്ജമാക്കാവുന്ന പാത 2025ഓടെ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രശ്നങ്ങളൊക്കെ യഥാസമയം ഇടപെട്ട് പരിഹരിച്ചു. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം എഴുതി, കർണാടകയിൽ ഈ പ്രവൃത്തി ഒച്ചിൻ്റെ വേഗത്തിലാണെങ്കിൽ കേരളത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൈ എടുത്തതിൻ്റെ ഭാഗമായി വേഗത്തിൽ നടക്കുന്നു. നിങ്ങൾ പലർക്കും പല തിരക്കും കാരണം അതൊക്കെ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഇതൊരു യാഥാർത്ഥ്യമാണ്. തൃശ്ശൂർ ജില്ലയിൽ കപ്പിരിക്കാട് മുതൽ തളിക്കുളം വരെ ഒരു റീച്ച് 33 കിലോമീറ്ററാണ്. അതുപോലെ മറ്റൊരു റീച്ച്, 2 റീച്ചുകൾ പ്രധാനപ്പെട്ട റീച്ച് എന്നുള്ള നിലയിൽ പൊതുവെ പരിശോധിക്കുമ്പോൾ ചില വിഷയങ്ങൾ പരിഹരിക്കപ്പെടണം. അത് പരിഹരിക്കപ്പെടാൻ ഈ 2 സ്ട്രെച്ചുകളിലും പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ മാത്രം 205 ഹെക്ടർ ഭൂമിയാണ് ദേശീയപാത വികസനത്തിന് വേണ്ടി ഏറ്റെടുത്തത്.
ഇതിൽ 1274 കോടി 34 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിരിക്കുകയാണ്. 1274 കോടി 34 ലക്ഷം രൂപ ഒരു ജില്ലയിലെ ദേശീയപാത വികസനത്തിന് വേണ്ടി ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ മറ്റ് നിരവധി പദ്ധതികൾക്ക് ചെലവഴിക്കാൻ സാധ്യതയുള്ള ഫണ്ടാണ്. പക്ഷേ ഈ പദ്ധതിയുടെ പ്രാധാന്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ഈ പ്രവൃത്തി പൂർത്തീകരിക്കാൻ ഇടപെടുന്നത്. കാപ്പിരിക്കാട് മുതൽ തളിക്കുളം പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള തടസ്സങ്ങളെ നോക്കിക്കൊണ്ട് ഇടപെടാൻ ചില യോഗങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി തിരുവനന്തപുരം എത്തിയാൽ തന്നെ മറ്റു വകുപ്പ് മേധാവികളുമൊപ്പം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു. എംഎൽഎമാരായ മുരളി പെരുന്നെല്ലി, CC മുകുന്ദൻ, NK അക്ബർ, VR സുനിൽകുമാർ, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി K ബിജു, നാഷണൽ ഹൈവേ അതോറിറ്റി കേരള റീജിയണൽ ഓഫീസർ BL മീണ, പ്രൊജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ, സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ്, അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താനെത്തിയ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. പയ്യന്നൂരിന്റെ മറക്കാനാകാത്ത മൺമറഞ്ഞ VK ഇസ്മയിലിന്റെ സ്മരണാർത്ഥം പയ്യന്നൂർ പൗരാവലിയുടെ നേതൃത്വത്തിൽ സാമൂഹിക സാംസ്കാരിക കലാരംഗത്ത് നിറസാന്നിധ്യമായി നിന്നിരുന്ന മൺമറഞ്ഞ മാന്യ വ്യക്തിത്വങ്ങളുടെ ഓർമ്മയ്ക്കായി പയ്യന്നൂർ ഫെസ്റ്റ് 2024 സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റ് മുൻ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. താനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിക്കും. തുടർന്ന് നിർധനരായ രോഗികൾക്ക് ധനസഹായം, കിഡ്നി രോഗികൾക്ക് ഡയാലിസർ എന്നിവ നൽകും. തുടർന്ന് വലപ്പാട് മാക്കാർ, ട്രിനിറ്റി തൃശൂർ, സെന്റ് പോയിന്റ് എന്നിവയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കും. ക്യാമ്പിൽ രക്തസമ്മർദ്ദം, പ്രമേഹം, നേത്രപരിശോധന, ദന്തപരിശോധന എന്നിവ നടക്കും. 26 വൈകിട്ട് 6:30 നടത്തുന്ന ഗ്രാമസദസ്സ് നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യും. താനി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഷറഫ് അധ്യക്ഷത വഹിക്കും. യോഗത്തിൽ പയ്യന്നൂരിലെ കലാകാരന്മാർക്ക് ഉപഹാരങ്ങൾ നൽകി ആദരിക്കും. തുടർന്ന് പയ്യന്നൂരിലെ കലാകാരന്മാരുടെ കലാവിരുന്ന് അരങ്ങേറും. 3-ാം ദിവസമായ 27 വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം തൃശൂർ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്യും. രക്ഷാധികാരി A സതീഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. യോഗത്തിൽ പയ്യന്നൂരിലെ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെയും മുതിർന്നവരെയും ആദരിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന 25, 26, 27 തീയതികളിൽ 3 ദിവസം നടക്കുന്ന ഈ ഫെസ്റ്റിൽ ആദ്യ ദിവസമായിട്ടുള്ള 25-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് മെഡിക്കൽ ക്യാമ്പോട് കൂടിയിട്ടാണ് ഈ ഫെസ്റ്റ് ആരംഭിക്കുന്നത്. ഈ ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനം ഈ 25-ാം തീയതി രാവിലെ 9 മണിക്ക് നടക്കുന്ന സമയത്ത് നമ്മളുടെ താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശുഭ സുരേഷിൻ്റെ അധ്യക്ഷതയിലാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്, ക്യാമ്പും ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. രക്ഷാധികാരി A സതീഷ് ചന്ദ്രൻ, ട്രഷറർ പ്രേംരാജൻ KS, ഹരിദാസ് കുറുവത്ത, ചാനൽ ഷൗക്കത്ത്, ഷാഹിർ വലികത്ത്, സുരേഷ് ബാബു, PV വിജയകുമാർ, PV എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് തൃപ്രയാർ പ്രഖണ്ഡിന്റെ നേതൃത്വത്തിൽ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്ര നടയിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. ജ്യോതിഷാചാര്യ സനീഷ് ജഗന്നിവാസ് പൂജാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. RSS പ്രാന്ത പ്രചാരക് സുദർശനൻ, ജില്ലാ പ്രചാരക് രാംദയാൽ എന്നിവർ മുഖ്യ അതിഥികളായി. ദക്ഷിണേന്ത്യയിലെ പ്രശസ്തമായ ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിൽ പ്രധാനമായ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് നടക്കുന്ന സമയത്ത് തന്നെ ക്ഷേത്രനടയിൽ പ്രത്യേകമൊരുക്കിയ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തർ പങ്കെടുത്തു. AK ചന്ദ്രശേഖരൻ, ഷെറിൻ തിലക്, ധനേഷ് പ്രസാദ്, ദിനേശ് വെള്ളാഞ്ചേരി, സുധീർ കാഞ്ഞിരപ്പറമ്പിൽ, NG രാധാകൃഷ്ണൻ, ദേവരാജൻ പണിക്കർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തൃശൂർ അതിരപ്പള്ളി ഷോളയാറിൽ വാഹനാപകടത്തിൽ പോലീസ് ഓഫീസർ മരിച്ചു. മലക്കപ്പാറ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ 40 വയസ്സുള്ള വിൽസനാണ് മരിച്ചത്. വിൽസൺ ഓടിച്ചിരുന്ന ബൈക്കിൽ വിറകു കയറ്റി വന്ന ലോറി ഇടിക്കുകയായിരുന്നു. രാവിലെ 7ഓടെയായിരുന്നു അപകടം നടന്നയുടൻ വിൽസനെ ചാലക്കുടിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം ചാലക്കുടിയിലെ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. കുന്നംകുളം പെലക്കാട്ട് പയ്യൂരിൽ ആനയിടഞ്ഞു. പെലക്കാട്ട് പയ്യൂർ മഹർഷിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് എത്തിച്ച
പാണഞ്ചേരി ഗജേന്ദ്രൻ എന്ന ആനയാണ് പുലർച്ചെ കൂട്ടി എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഇടഞ്ഞത്. അരമണിക്കൂർ റോഡിൽ നിലയുറപ്പിച്ച ആന പലക്കാട്ട് പയ്യൂർ സ്വദേശി കാടാമ്പുള്ളി കാസിമിന്റെ പെട്ടിക്കട ഭാഗികമായി തകർത്തു. കുന്നംകുളം എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് അരമണിക്കൂറിലധികം പരിശ്രമിച്ചാണ് ആനയെ തളച്ചത്. തൃശൂർ നഗരത്തിൽ തീപിടുത്തം. ദിവാൻജി മൂലയിലെ ആക്രിക്കച്ചവട സ്ഥാപനത്തിനാണ് തീപിടിച്ചത്. തീപിടുത്തത്തിൽ ഒരു പെട്ടി ഓട്ടോ പൂർണ്ണമായും ഒരെണ്ണം ഭാഗികമായും കത്തിനശിച്ചു. രാവിലെ 10:45ഓടെയായിരുന്നു സംഭവം. പട്ടാമ്പി സ്വദേശി സെയ്ദ് അലി വാടകയ്ക്കെടുത്ത് നടത്തുന്ന സ്ഥാപനത്തിനാണ് തീപിടിച്ചത്. പറമ്പിൽ കൂട്ടിയിരുന്ന ആക്രി സാധനങ്ങൾക്കാണ് ആദ്യം തീപിടിച്ചത്. തീ പടർന്നതോടെ ഒരു പെട്ടി ഓട്ടോ പൂർണ്ണമായും ഒരെണ്ണം ഭാഗികമായും കത്തിനശിച്ചു. നിരവധി ആക്രി സാധനങ്ങളും തള്ളുവണ്ടികളും കത്തിനശിച്ചവയിൽപ്പെടും. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് തൃശൂർ സ്റ്റേഷനിലെ 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി 11:30ഓടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തമിഴ്നാട് സ്വദേശികളായ ജീവനക്കാർ പൊങ്കൽ ഉത്സവത്തിന് നാട്ടിൽ പോയതിനാൽ സംഭവ സമയത്ത് സ്ഥാപനത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. സമീപത്ത് നിരവധി വാഹന വർക്ക്ഷോപ്പുകളും സ്ഥാപനങ്ങളും വീടും ഉൾപ്പെടെയുണ്ട്. ഇവിടേക്ക് തീ പടരാതെ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞതിനാൽ വൻ ദുരന്തം ഒഴിവായി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ആറാട്ടുപുഴ ശ്രീ ശാസ്ത ക്ഷേത്രത്തിൽ വിദ്യ സാരസ്വതാർച്ചന ജനുവരി 27, 28 തീയതികളിൽ നടക്കും. തന്ത്രി ബ്രഹ്മശ്രീ KP കൃഷ്ണൻ ഭട്ടത്തിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വാർഷിക പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഈ അർച്ചന മത്സര പരീക്ഷകൾക്കും ഇന്റർവ്യൂവിനും തയ്യാറെടുക്കുന്നവർക്കും സംഗീത ഉപവാസകർക്കും ഇതിൽ പങ്കെടുക്കാം. ക്ഷേത്ര നടപ്പുരയിൽ 2 ദിവസമായി നടക്കുന്ന അർച്ചന രാവിലെ 7 മുതൽ 7:40 വരെയാണ് നടക്കുക. അർച്ചനയ്ക്കുള്ള പൂക്കൾ വിദ്യാർത്ഥികൾ തന്നെ കൊണ്ടുവരേണ്ടതാണ്. അർച്ചനയ്ക്ക് ശേഷം ജപിച്ച സാരസ്വതം നെയ്യും തിരുമധുരവും വിദ്യാർത്ഥികൾക്ക് പ്രസാദമായി നൽകും. അർച്ചനയിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർക്ക് ജനുവരി 26 മുൻപ് SMS വഴിയോ വാട്സപ്പ് വഴിയോ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പേര് രജിസ്റ്റർ ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും 7012693980 എന്നീ ഫോൺ നമ്പറിലോ സെക്രട്ടറി ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി PO ആറാട്ടുപുഴ എന്ന വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ്. ആറാട്ടുപുഴ ശ്രീ ശാസ്ത ക്ഷേത്രത്തിൽ മാസം തോറും ശാസ്താവിന്റെ പ്രതിഷ്ഠാ നക്ഷത്രമായ പൂയം നാളിൽ തന്ത്രവിധിപ്രകാരം നടത്തിവരുന്ന കളഭാഭിഷേകം ജനുവരി 26 വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് നടത്തും. തന്ത്രി KPC വിഷ്ണു ഭട്ടത്തിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 5780 രൂപ, പവന് 46,240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹൈറിച്ച് കമ്പനിയുടെ ഓഫീസിലും ഷോപ്പുകളിലും EDയുടെ റെയ്ഡ് നടന്നു. കൊച്ചിയിൽ നിന്നുള്ള ED സംഘമാണ് ആറാട്ടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഹൈറിച്ച് കമ്പനിയുടെ ഓഫീസിൽ പരിശോധന നടത്തിയത്. അമ്മാടം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ 221ാമത് അമ്പുതിരുനാൾ ജനുവരി 24, 25, 26, 27 തീയതികളിൽ ഭക്തി നിർഭരമായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പാറളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അമ്മാടം മാവേലി സ്റ്റോറിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. KPCC സെക്രട്ടറി A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് BRCയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ സർഗാത്മകത പുറത്തുവിടാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനായി കലോത്സവം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.